ചങ്ങനാശ്ശേരി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ജനകീയ സദസ്സ് ചേർന്നു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നത്. താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി എല്ലാ ഗ്രാമങ്ങളിലേക്കും പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ജനകീയ സദസ്സ്. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ജനകീയ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചിറ്റപ്പുഴ ആശുപത്രിയുടെ അതിലെ നേരെ ചെന്ന് ചാലച്ചിറ ചെന്ന് മലബന്ധം കയറി അല്ലെങ്കിൽ കുറിച്ചി ഔട്ട് പോസ്റ്റ് ചെന്ന് പോരുന്ന റൂട്ട്. അപ്പം ചെറിയ ചെറിയ റൂട്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വൈകുന്നേരം രാവിലെ ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടുകൾ വൈകുന്നേരം 7 മണിക്ക് തന്നെ അവസാനിക്കത്തക്ക രീതിയിൽ അത് നിങ്ങൾക്ക് ഒരു പീക്ക് ടൈമിൽ വലിയ രീതിയിൽ ചിലവില്ലാതെ എന്നാൽ റൂട്ട് ഓടിക്കുന്ന ആളുകൾക്ക് ലാഭം കിട്ടണം, ജനങ്ങൾക്കത് പ്രയോജനപ്പെടണം. ആ രീതിയിലുള്ള റൂട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുവാനും അങ്ങനെ ഇപ്പം പഞ്ചായത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ റൂട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മളൊരു റൂട്ടൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും വരിക, അയ്യോ ഞങ്ങൾക്ക് ഇവിടെ റൂട്ടില്ല, ഞങ്ങൾക്ക് അവിടെ വണ്ടിയില്ല, ഇവിടെ വണ്ടിയില്ല, പൊതുജനങ്ങൾക്ക് പോകാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരില്ല. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ ബസ് റൂട്ടിനായുള്ള ശുപാർശകൾ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോഫി സിബി, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ എന്നിവർ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA നൽകി. കോട്ടയം RTO K അജിത് കുമാർ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, ചങ്ങനാശ്ശേരി തഹസിൽദാർ ലിജു കുര്യൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ അടക്കമുള്ള വിവിധ ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജനകീയ സദസ്സിൽ ചങ്ങനാശ്ശേരി താലൂക്കിലെ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും വിവിധ പഞ്ചായത്തുകളിലെ KSRTC റൂട്ടുകളില്ലാത്ത റൂട്ടുകളിൽ പുതിയ ബസ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനായുള്ള നിരവധി ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്തു. ഇവയെല്ലാം പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് RTO അറിയിച്ചു. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിൽ അധികൃതർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ്. ആശുപത്രിയിലേക്കുള്ള റോഡിനു വേണ്ടി നാട്ടുകാരിൽ നിന്നും പണം പിരിച്ചിട്ടും യാതൊരു പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. 2018 പ്രളയത്തിന് ശേഷം നടത്തിയ ബജറ്റ് പ്രസംഗത്തിൽ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ മുകളിൽ ഹെലികോപ്റ്റർ ഇറക്കുമെന്നായിരുന്നു അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇന്ന് ആശുപത്രിയുടെ സ്ഥിതി പഴയതിലും എത്രയോ നിലവാരം തകർന്ന അവസ്ഥയിലേക്ക് താഴ്ന്നുപോയിരിക്കുന്നു. ബജറ്റിൽ ഇതിനുള്ള തുക പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ 6 വർഷമായി ആശുപത്രിയിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ മങ്കൊമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന പുളുങ്കുന്ന് ഗ്രാമപഞ്ചായത്തും അകമഴിഞ്ഞ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. നാട്ടുകാരിൽ നിന്നും പണം സംഭരിച്ചാണോ ഈ വഴി ചെയ്യേണ്ടതെന്നും മറിച്ച് സർക്കാരിൻ്റെ ഏതെങ്കിലും ഫണ്ട് കൊണ്ടുവന്ന് MLA ഫണ്ട് പോലെയുള്ള ഫണ്ട് കൊണ്ടുവന്ന് അല്ലെ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഫണ്ട് കൊണ്ടുവന്നല്ലേ ഇത് ചെയ്യേണ്ടതെന്ന് നാട്ടിൽ വ്യാപകമായ ചോദ്യം ഉയർന്നിരുന്നു. കോൺഗ്രസ്സുകാരും ആ ചോദ്യം ഉയർത്തിയിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു ദേശീയ പ്രസ്ഥാനം ഈ പിരിവിനെതിരെ ഓപ്പണായിട്ട് രംഗത്ത് വരികയും പിരിവ് കൊടുക്കാതിരിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ അകമഴിഞ്ഞ പിന്തുണ ഈ പരിപാടിക്ക് നൽകി. പിരിവ് വളരെ വമ്പിച്ച രീതിയിൽ നടന്ന് ആവശ്യത്തിനുള്ള തുക പിരിഞ്ഞു കിട്ടി എന്നുള്ളതാണ് വാസ്തവം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പണം പിരിച്ച് വസ്തു മേടിച്ച് സ്വന്തം പേരിലാക്കിയിട്ട് അത് പിന്നീട് 1 ഇഞ്ച് പോലും കെട്ടിടത്തിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ആശുപത്രിയിലേക്കുള്ള റോഡിനായി നാട്ടുകാരിൽ നിന്നും പണം പിരിച്ചെങ്കിലും അതുകൊണ്ട് റോഡിനായി വസ്തു വാങ്ങിയതല്ലാതെ യാതൊന്നും നടന്നിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. റോഡിനായി വാങ്ങിയ വസ്തു പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേരിൽ എഴുതിയത് അധികൃതരുടെ പിടിപ്പുകേടാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഇതുമൂലം തദ്ദേശ സ്ഥാപനങ്ങളുടെയോ MLA MP എന്നീ ഫണ്ടുകളിൽ നിന്നോ റോഡിനായി തുക വകയിരുത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്നും അവർ പറഞ്ഞു. റോഡിന്റെയും ആശുപത്രിയുടെയും വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധ സമരത്തിന് ശേഷവും നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾക്ക് രൂപം കൊടുക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചു.
വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി രാജു, പുളിങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ്, നേതാക്കളായ അലക്സ് മാത്യു, ജോഷി കൊല്ലാറ, മനോജ് രാമമന്ദിരം, മധുസൂദന പണിക്കർ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെയും സംസ്ഥാനത്തിന് നൽകേണ്ട സാമ്പത്തിക വിഹിതം നൽകുന്നില്ലെന്നാരോപിച്ചും മങ്കൊമ്പിൽ CPIM പ്രവർത്തകരുടെ പ്രതിഷേധം. ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മങ്കൊമ്പ് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രതിഷേധ സമരം CPIM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകളെയും സമഭാവനയോടെ കാണാൻ കേന്ദ്രം ഭരിക്കുന്നവർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബഡ്ജറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്ത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു സംവിധാനവും കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല 18ഓളം വരുന്ന സംസ്ഥാനങ്ങൾ കൂടി ചേരുന്നതാണ് ഇന്ത്യൻ യൂണിയൻ. അതാണ് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ വിവക്ഷ അതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ രാജ്യത്ത് 18 സംസ്ഥാനങ്ങൾ 6-7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന രാജ്യത്തിനകത്ത് ആ രാജ്യത്തെ മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെയും സമഭാവനയോടെ കാണാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള ഫെഡറലിസത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാനങ്ങളെ കൂടെ ചേർത്ത് നിൽക്കേണ്ട നിലപാട് സ്വീകരിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് മുമ്പ് ഒരു കാലത്തും ഉണ്ടാവാത്ത രൂപത്തിൽ ആന്ധ്രയാണെന്ന ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ വൃത്തികെട്ട രൂപത്തിൽ ഒരു ഗവൺമെൻറ് ഒരു ബഡ്ജറ്റ് ഒരു യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ ബഡ്ജറ്റുകളുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പ്രതിഷേധ യോഗത്തിൽ CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ അധ്യക്ഷനായി. നേതാക്കളായ P സജിമോൻ, രജനി അജിത് കുമാർ, TG ജലജകുമാരി, ബെന്നി വർഗീസ്, KP അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 5 മാസമായി തൊഴിലില്ല. തലവടി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പട്ടിണി സമരം. കഴിഞ്ഞ 5 മാസമായി തൊഴിൽ ലഭിക്കാത്തതിനെ തുടർന്നും രാഷ്ട്രീയം നോക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി നിഷേധിക്കുന്നുവെന്നും ആരോപിച്ചുമാണ് തലവടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പട്ടിണി സമരം നടത്തിയത്. കഴിഞ്ഞ 5 മാസമായി ഒരു ദിവസം പോലും ഇവർക്ക് തൊഴിൽ ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഇവിടെ 2 മേറ്റന്മാരുണ്ട്, ഒന്ന് രേഖയും ഒന്നും സുലേഖയും. പുള്ളിക്കാരൻ അവരുമായിട്ട് 2 കുട്ടിയോടും പിണക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു മെമ്പറെ, അവരോടുള്ള പിണക്കം ഞങ്ങൾ തൊഴിലാളികളോട് തീർക്കരുത്. ഞങ്ങൾക്ക് തൊഴിൽ വേണം. ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ 10 രൂപ പോലും കയ്യിലില്ലാതിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഇവർക്ക് ക്ലാസ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് തൊഴിൽ തരണമെന്ന് പറഞ്ഞു. പുള്ളി അതിന് വരെ അനങ്ങില്ല. സൈറ്റിൽ പറഞ്ഞെന്നും അവർക്ക് ഓണം കഴിഞ്ഞാലും ഞാൻ പണി കൊടുക്കത്തില്ലെന്ന്. അതേസമയത്ത് 11-ാം വാർഡിൽ പഴയ മേറ്റന്മാർ തന്നെ പണിയുന്നുണ്ട്. അവിടെ ഒരു പുതിയ മേറ്റില്ല, പഴയ മേറ്റ് തന്നെ പണിയുന്നു. ഈ 13-ാം വാർഡിൽ മാത്രം എന്താ ഇങ്ങനെ മേറ്റന്മാരെ തിരിക്കുന്നത്? അത് തന്നെയല്ല, 3 ബോർഡ് അവിടെ കൊണ്ടുവച്ചാൽ 2 മേറ്റന്മാരെ കൊണ്ട് അവിടെ പണിക്കും. ഞങ്ങൾ പറഞ്ഞു ഒരു മേറ്റിനെ കുന്തിരിക്കലോട്ടിടും, 2 മേറ്റന്മാരുടെ ആൾക്കാരും കൂടെ ഞങ്ങൾ അവിടെ പണിതോളാന്ന് പറഞ്ഞു. അത് പുള്ളി അംഗീകരിക്കത്തില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഉടനെ ഞങ്ങൾക്ക് പണി വേണം. ഞങ്ങൾക്ക് 10 രൂപ പോലും എടുക്കാനില്ല. ഞങ്ങളുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് അതിനൊരു തീരുമാനം വേണം ഞങ്ങൾക്ക്. വാർഡ് മെമ്പർ രാഷ്ട്രീയം നോക്കിയാണ് തൊഴിലുറപ്പ് മേറ്റ്മാരെ തെരഞ്ഞെടുക്കുന്നതെന്നും ഇവർക്ക് നിശ്ചിത യോഗ്യതയില്ല എന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. സ്വജനപക്ഷപാതം കാണിച്ചതുവഴി മെമ്പർ സത്യപ്രതിജ്ഞാ ലംഘനമാണ് കാണിച്ചതെന്നും ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത മെമ്പർ രാജിവെക്കണമെന്നുമാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തൊഴിൽ നൽകാമെന്ന ഉറപ്പിന്മേലാണ് തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചത്. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് മുന്നോടിയായി ക്യാപ്റ്റൻസ് ക്ലിനിക് നടത്തി. ജലമേളയിൽ പങ്കെടുക്കുന്ന കളിവള്ളങ്ങളുടെ ക്യാപ്റ്റന്മാർക്കും ലീഡിംഗ് ക്യാപ്റ്റന്മാർക്കുമായാണ് ക്ലിനിക് സംഘടിപ്പിച്ചത്. ചുണ്ടൻ വള്ളത്തിൽ ഇതര സംസ്ഥാനക്കാർ ആകെ തുഴച്ചിൽക്കാരുടെ 25% കൂടുതലാകാൻ പാടില്ല. ഇതിന് വിരുദ്ധമായി തുഴഞ്ഞാൽ ആ വള്ളത്തിനെ അയോഗ്യരാക്കും. ഓഗസ്റ്റ് 10 നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായുള്ള ആലപ്പുഴ YMCA ഹാളിലെ ക്യാപ്റ്റൻസ് ക്ലിനിക്കിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ക്യാപ്റ്റൻസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നടത്തിപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ ട്രാക്ക് ആൻഡ് ഫീൽഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തു വരുന്നു. നമ്മുടെ വിഷയം ഉണ്ടായത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ പവലിയന്റെ ചോർച്ച. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള ഷീറ്റുകൾ മാറ്റമാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ നടത്തിപ്പിന്റെ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് തീർച്ചയായും എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്.
ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം നമ്മുടെ ഈ വള്ളമൊക്കെ വരുന്ന സമയത്ത് അതിനായിട്ട് വരുന്ന സമയത്ത് വളരെയേറെ ബോട്ടുകളും ഒക്കെ സ്പീഡിൽ ഓടിക്കുകയും നമ്മുടെ കുറ്റികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലുണ്ടായി. ഇന്നലെ മെനിക്കാൻ നോക്കിയുണ്ടായിരുന്നു. പരിപാടിയിൽ ജലോത്സവത്തിന്റെ നിബന്ധനകളും നിർദ്ദേശങ്ങളും വിശദമാക്കുകയും ടീമുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മുൻ എംഎൽഎയും ചീഫ് കോർഡിനേറ്ററുമായ CK സദാശിവൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. സബ് കളക്ടർ സമീർ കിഷൻ, മുൻ എംഎൽഎ KK ഷാജു, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനറും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ MC സജീവ് കുമാർ, SM ഇക്ബാൽ, തങ്കച്ചൻ പാട്ടത്തിൽ, ജോസ് കാവനാട് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ പങ്കെടുക്കാത്തവരുടെ ബോണസിൽ 50% കുറവ് വരുത്തും. വള്ളങ്ങളുടെ പരിശീലനം 5 ദിവസത്തിൽ കുറയാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടന്ന നറുക്കെടുപ്പ് ചടങ്ങ് നെഹ്റു ട്രോഫി ബോട്ടറി സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുക. പാഴ്മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് കെട്ടിടത്തിന് ഭീഷണി. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് ചാലച്ചിറയിൽ സ്ത്രീ പഠന കേന്ദ്രവും പോസ്റ്റ് ഓഫീസും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് പാഴ്മരത്തിന്റെ വലിയ ശിഖരം വീണ് കിടക്കുന്നത്. മരത്തിന്റെ വേരുകൾ ഇറങ്ങി കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ മരത്തിന്റെ ഇലകൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീണ് മഴവെള്ളത്തിൽ ചീഞ്ഞളിഞ്ഞ് കെട്ടിടം ഏതു നിമിഷവും ചോർന്നൊലിക്കാവുന്ന നിലയിലുമാണ്. കെട്ടിടത്തിന്റെ ഭിത്തി വിണ്ടുകീറിയിരിക്കുന്നതും കാണാം. ഇതിനൊക്കെ പുറമെയാണ് സമീപത്ത് നിൽക്കുന്ന മരത്തിന്റെ വലിയ ശിഖരം കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിച്ചു കിടക്കുന്നത്. കെട്ടിടത്തിന്റെ പരിസരം മുഴുവൻ കാടുപിടിച്ച് കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം ക്രമാതീതമായി വർദ്ധിക്കുന്നതായും സമീപവാസികൾ പറയുന്നു. ഹെൽത്ത് സെന്റർ കോമ്പൗണ്ടിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീ പഠന കേന്ദ്രത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ശൗചാലയത്തിലേക്കുള്ള വഴിയും കാട് കയറിയ നിലയിലാണ്. ശൗചാലയത്തിൽ വെള്ളം ഇല്ലാത്തതിനാൽ അത് ഉപയോഗശൂന്യമായി കിടക്കുകയുമാണ്. ഈ കെട്ടിടത്തിലാണ് ഇത്തിത്താനം പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഒരു വനിതാ ജീവനക്കാരി അടക്കം 3 ജീവനക്കാരാണ് പോസ്റ്റ് ഓഫീസിലുള്ളത്. 3000-ഓളം കുടുംബങ്ങളിലേക്ക് പോസ്റ്റുകളും സേവനങ്ങളും എത്തിക്കുന്നത് ഇത്തിത്താനം പോസ്റ്റ് ഓഫീസ് വഴിയാണ്. പോസ്റ്റ് ഓഫീസിന്റെ സേവനം ലഭിക്കുന്നതിനായി നിരവധി ആളുകൾ ദിവസവും ഇവിടെ എത്താറുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. കാട് വളർന്ന പരിസരവും ഇഴജന്തുക്കളുടെ ശല്യവും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മരം വളർന്ന് അതിൻ്റെ വേരെല്ലാം ഇതിൻ്റെ അടിത്തറ ഇളകി അടിത്തറയ്ക്കൊക്കെ ബലക്ഷയമാണ്. അതുപോലെ തന്നെ ആ മരത്തിൻ്റെ ഇലകൾ വീണ് മേൽക്കൂര ചീഞ്ഞ്, അതായത് അതും ഏതാണ്ട് വിണ്ട് കീറി, ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ആ സൈഡിലൊക്കെ വിണ്ട് കീറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കാറ്റത്ത് ഈ വട്ടയുടെ മെയിനായിട്ടുള്ളൊരു ബ്രാഞ്ച്, അതൊരു ശിഖരം ഒടിഞ്ഞ് ഈ കെട്ടിടത്തിലായിട്ട് താങ്ങി നിൽക്കുകയാണ്. അത് നമ്മൾ ഇവിടെ വാർത്തകളിലൂടെയൊക്കെ അറിയിച്ചെങ്കിലും ഇതുവരെ അത് ആരും വന്ന് വെച്ചാൽ അധികാരികൾ ആരും തന്നെ വന്ന് ഇത് വെട്ടി മാറ്റാനോ അല്ലെങ്കിൽ ആ ശിഖരം ഒന്ന് വലിച്ചു മാറ്റിയിടാൻ പോലും തയ്യാറായത്. ഇപ്പോൾ അത് ഉണങ്ങി ഇരിക്കുകയാണ്. ഏത് സമയം ഇതിൻ്റെ പുറയിൽ ആരെങ്കിലും ചെല്ലുവാണെങ്കിൽ അവരുടെ തലയിലേക്ക് വീഴും, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മേളിലേക്ക് തന്നെ വീഴും എന്നുള്ളത്. ബാക്കി ഭാഗം കൊണ്ട് വട്ടയുടെ ഏത് സമയം ഒടിഞ്ഞ് വീഴാവുന്ന രീതിയിലാണ്. ഇത് വളരെ അപകടാവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരം മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. ഇഴജന്തുക്കളുടെ ശല്യമാണ്. പോസ്റ്റ് ഓഫീസ് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3000, ഇവർ പറഞ്ഞ തന്നെ 3000 വീടുകളുടെ ആശ്രയിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ്. ഇത്തിത്താനം എന്ന് പറയുന്ന മെയിൻ പ്രദേശത്തിലെ പോസ്റ്റ് ഓഫീസാണ് ഇവിടെ ഉള്ളത്. നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടെയാണ്. പക്ഷേ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ പ്രദേശവും ഈ പാഴ്മരവും ഇതെല്ലാം വെട്ടിമാറ്റി ഈ കെട്ടിടത്തിനും സുരക്ഷിത, അതുപോലെ തന്നെ ജീവനക്കാർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അടുത്ത കാറ്റിലും മഴയിലും ഈ പാഴ്മരം പൂർണ്ണമായും കെട്ടിടത്തിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുന്ന നിലയിലാണ് ഇപ്പോൾ. മരം വെട്ടിമാറ്റിയും പരിസരം വൃത്തിയാക്കിയും പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും ജീവൻ സംരക്ഷിക്കാൻ അധികാരികൾ തയ്യാറാകണം എന്ന ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. INTUC ചങ്ങനാശ്ശേരി വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും മെറിറ്റ് അവാർഡ് ഈവനിങ്ങും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഉന്നതമായ ഒരു സ്ഥാനം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ MBBS പാസ്സാകുമ്പോൾ, അല്ലെങ്കിൽ BDS പാസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഓരോ സ്ഥാനങ്ങളും ലഭിക്കുമ്പോൾ അവരെ ആദരിക്കുക, അവരെ അഭിനന്ദിക്കുക, അവർക്ക് അനുമോദനങ്ങൾ നൽകുക എന്നുള്ളത് സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ഇന്നിവിടെ ഈ യോഗത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. YMCA ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ INTUC മണ്ഡലം പ്രസിഡന്റ് ബെന്നി ജോസഫ് അധ്യക്ഷനായിരുന്നു. KPCC മെമ്പറും INTUC സംസ്ഥാന സെക്രട്ടറിയുമായ PP തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്.
49 പേരുടെ ജീവൻ അപഹരിച്ച കുവൈറ്റ് തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മനോജ് പോളക്കലിനെയും MBBS, BDS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും KPCC മെമ്പർ അജീസ് ബെൻ മാത്യൂസ് മൊമന്റോ നൽകി ആദരിച്ചു. INTUC ദേശീയ സമിതി അംഗവും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ജോമൻ കുളങ്ങര, റീജിയണൽ പ്രസിഡന്റ് PV ജോർജ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം സോജി മാടപ്പള്ളി, ജില്ലാ ഭാരവാഹികളായ PH അഷറഫ്, ജോ വിരുത്തിക്കരി തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും സമഭാവന ഗ്രന്ഥശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസിന്റെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഞാനോ നിങ്ങളോ നമ്മുടെ മക്കളോ ഒറ്റയ്ക്കായി പോയാൽ മറ്റാരും സഹായത്തിനില്ലാത്ത സാഹചര്യത്തിൽ എന്തുതരം അതിക്രമം അവരുടെ നേരെ വന്നാലും നിവർന്നു നിൽക്കാൻ പ്രാണിയുള്ള ഏതൊരു പെണ്ണിനും ഏറ്റവും കുറഞ്ഞ ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വന്തം സുരക്ഷ അത് സ്വന്തം കൈകളിലാണെന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം അക്രമങ്ങളെ ചെറുക്കുവാനുള്ള മാനസിക ശാരീരിക ക്ഷമത കൈവരിക്കുവാനുള്ള ആ തലത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്ന കേരള പോലീസിന്റെ പ്രോജക്റ്റാണ് സ്ത്രീ സുരക്ഷാ സ്വയരക്ഷാ പരിശീലന പരിപാടി. ഇതില്ലാതെ വരുന്നത് ഇതിന്റെ ബോധവൽക്കരണമൊന്നും ആവശ്യമായി വരുന്നില്ലായിരുന്നു. കുടുംബത്തിൽ ഇത്തരം സംവിധാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ചേർന്നിരുന്ന് വർത്തമാനം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതില്ലാത്തിടത്തോളം നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ നമ്മുടെ സുരക്ഷയെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുമക്കളുടെ സുരക്ഷയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിയമബോധവൽക്കരണ ക്ലാസ്, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗങ്ങൾ, പോക്സോ നിയമം, അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാൻ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ചെങ്ങന്നൂർ ഡയറ്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഡയറ്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ചെങ്ങന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. ഷിബുരാജൻ ഉദ്ഘാടനം ചെയ്തു. സമഭാവന വനിതാ വേദി കൺവീനർ പത്മജ ടീച്ചർ അധ്യക്ഷയായിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ സുലേഖ പ്രസാദ്, അനിത J എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. സജിത ഗോപി, ഡോക്ടർ KJ ബിന്ദു, വിജി ശ്രീകാന്ത്, പ്രൊഫസർ കുര്യൻ തോമസ്, ശാരിക സജിത്ത് എന്നിവർ സംസാരിച്ചു. KPCCയുടെ പോഷക സംഘടനയായ സീനിയർ സിറ്റിസൺ കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ രൂപീകരണ യോഗം ചമ്പക്കുളത്ത് നടന്നു. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. ജഹാംഗീർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതിനോടകം തന്നെ നമ്മൾ ഒത്തിരി അധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺസിന് പല അവകാശങ്ങളും നേടിയെടുക്കുന്ന റെയിൽവേയിൽ നമുക്ക് കൺസെഷൻ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഇത് നടത്തി. അതിനുശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് ഈ വയോജനങ്ങൾക്ക് വേണ്ടി, സീനിയറിന് വേണ്ടി ഒരു സംഘടന അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും ക്ഷേമ ബോർഡ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ അവരുടെ സംഘടന തീരുമാനിച്ചു. നമ്മുടെ സീനിയർ സിറ്റിസൺസ് കോൺഗ്രസിന്റെ ഈ 9 മാസത്തെ പ്രവർത്തനങ്ങൾ 9 ജില്ലകളിൽ, പത്തനംതിട്ടയിലും അതുപോലെ തന്നെ പാലക്കാടും അതുപോലെ കൊല്ലത്തുമൊക്കെ വളരെ വിപുലമായ കമ്മിറ്റികളാണ് നമ്മൾ നടത്തിയത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ആലപ്പുഴയിൽ അടിയന്തിരമായി നമുക്ക് ആ കമ്മിറ്റി ഉണ്ടാകണം. ഒരു 50-ൽ കുറയാത്ത ആൾക്കാരുടെ പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റിയാണ് ആദ്യം വിളിച്ചിട്ട് നമുക്ക് അതിനകത്തൊരു നേതൃത്വ ഇത് എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു ചെയർമാനെയോ ഒരു കൺവീനറെയോ ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇവിടെ നേരത്തെ വന്നുപോയ ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി എടുക്കുകയും അതിന്റെ പൂർണ്ണമായ ചുമതല ജോസ് ടി പൂണിച്ചിറയ്ക്ക് നൽകിക്കൊണ്ടുള്ള കത്ത് ബഹുമാനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പൊ കൈമാറും. ഞായറാഴ്ച നടന്ന യോഗത്തിൽ ജോസ് ടി പൂന്നിച്ചിറ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ കോവളം സുകേഷൻ, റഷീദ് റാവുത്തർ, റോബർട്ട് ജോൺസൺ, എബ്രഹാം ജോസഫ് ആലന്തറ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി ജോസ് ടി പൂന്നിച്ചിറയെ നിയമിച്ചുകൊണ്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് N. പീതാംബരക്കുറുപ്പിന്റെ കത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പാങ്ങാപ്പാറ അശോകൻ കൈമാറി. തലവടി അക്ഷയ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ശില്പശാലയും നടന്നു. ആനപ്രമ്പാൽ തെക്ക് വട്ടടി നിത്യസഹായ മാതാ മലങ്കര കത്തോലിക്ക പള്ളി ഹാളിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ക്യാമ്പ്. ക്യാമ്പിന് മുന്നോടിയായി ചേർന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു കാലയളവിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാൽ സുരക്ഷിതമായി നമുക്ക് അവിടെ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ഒരു കാലമാണ്. ആ സമയത്താണ് നമ്മുടെ ഈ അക്ഷയ സ്വയം സഹായ സംഘം, പുരുഷ സ്വയം സഹായ സംഘം ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് ബിലീവേഴ്സ് ചർച്ചുമായിട്ട് സംയുക്തമായ രീതിയിലുള്ള പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ
നേതൃത്വത്തിൽ നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് ഇതുവരെ വളരെ സഹായകരമായ രീതിയിൽ കുട്ടനാടിന് തന്നെയും വലിയ സഹായകരമായ രീതിയിലാണ് ആ ചർച്ച നമുക്ക് നടത്തിക്കൊണ്ടു പോകുന്നത്. അക്ഷയ പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് PD സുരേഷ് അധ്യക്ഷത വഹിച്ചു. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് സീനിയർ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ്ന നായർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി എബ്രഹാം, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു എബ്രഹാം, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി കമ്മ്യൂണിറ്റി മെഡിസിൻ മാനേജർ അവിരാജ് ചാക്കോ, നിത്യസഹായമാത മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ മത്തായി മണപ്പുറം, സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഇടവക സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, രക്ഷാധികാരി CK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ജനറൽ മെഡിസിൻ, ENT, ത്വക്ക്, ദന്ത, അസ്ഥി, സാമൂഹികാരോഗ്യ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഇരുട്ടുകുത്തി വിഭാഗം മാമൂടൻ വള്ളത്തിൽ കൈനഗരി സെന്റ് മേരീസ് ബോട്ട് ക്ലബ്ബ് തുഴയെറിയും. പരിശീലന തുഴച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. പരിശീലന തുഴച്ചിൽ പ്രമുഖ വ്യവസായിയും റമദ ഹോട്ടൽ ചെയർമാനുമായ റിജി ചെറിയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിശീലന തുഴച്ചിലിന് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനത്തിൽ സെന്റ് മേരീസ് ബോട്ട് ക്ലബ് ക്യാപ്റ്റനും കൈനഗരി സെന്റ് മേരീസ് ചർച്ച് വികാരിയുമായ ഫാദർ ജോസഫ് ചെമ്പുലകം അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും റിജി ചെറിയൻ നിർവഹിച്ചു. ഒരു അച്ഛൻ ക്യാപ്റ്റനായിട്ടൊരു വള്ളം ഇറങ്ങുന്നു. കാരണം എനിക്ക് തോന്നുന്നു കുട്ടനാട്ടിലെ വേറെ ഒരു പള്ളിയിലും ഇങ്ങനൊരു ഉത്തരവാദിത്വം ഒരു അച്ഛൻ ഏറ്റെടുത്തിട്ടില്ല. വളരെ സന്തോഷം തോന്നി. കാരണം നിങ്ങളെയെല്ലാം ഇങ്ങനെയൊരു സ്ഥലത്ത്, കൈനഗരി എന്ന് പറയുന്ന ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഇങ്ങനെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടനാടിൻ്റെ ഹൃദയ സ്പന്ദനം പോലെയാണ് വള്ളംകളി എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഈ ഒരു സമയമാകുമ്പം ഉണർന്ന് ആവേശത്തോടെ, കാരണം ഇന്നലെ ഞാൻ നമ്മുടെ UBCയുടെ ട്രാക്ക് എൻട്രി ഉദ്ഘാടനം ചെയ്തു. ഞാൻ കണ്ടത്, എനിക്ക് തോന്നുന്നത് കൈനഗരി മൊത്തം സ്പീഡ് ബോട്ടിൽ അവിടെ വന്ന് അവിടെ ഒരു ഉത്സവമായിരുന്നു അവിടെ. കാരണം ഒരു വർഷത്തിൽ നടക്കുന്ന ഒരു പ്രാവശ്യം നടക്കുന്ന ഈ ഒരു ഉത്സവം നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണത്. അതിനകത്തിൽ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ വള്ളം തുഴയുമ്പോൾ കൈക്കരുത്താണ് അവിടെ. ആ കൈക്കരുത്ത് കാണിക്കുവാൻ നിങ്ങൾ മുന്നോട്ടിറങ്ങി ഈ ചെറുപ്പക്കാർ മൊത്തം, എനിക്ക് തോന്നുന്നു കുട്ടനാട്ടിലെ ഒരു 90% ചെറുപ്പക്കാരും ഈ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വള്ളംകളിയുടെ ആവേശം ഉൾക്കൊണ്ട് ഞാൻ തന്നെ അതിശയിക്കും. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നോബിൻ P. ജോൺ, സെന്റ് മേരീസ് പള്ളിയിലെ കൈക്കാരൻ മോനിച്ചൻ കണിച്ചേരി, സെന്റ് മേരീസ് ചർച്ച് മീഡിയ കൺവീനർ ബോബൻ നെരയത്ത്, ഡീക്കൻ അലക്സ്, ലീഡിംഗ് ക്യാപ്റ്റൻ ചാക്കോ വർഗീസ് എന്നിവർ സംസാരിച്ചു. വള്ളംകളി പ്രേമികൾക്ക് ആവേശമായി വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിലെ ഷോട്ട് പുളിക്കത്ര പരിശീലന തുഴച്ചിൽ ആരംഭിച്ചു. മാലിയിൽ പുളിക്കത്ര തറവാട്ടിലെ മോളി ജോൺ കേക്ക് മുറിച്ച് വള്ളത്തിന്റെ 7ാം നീരണിയൽ വാർഷികം ആഘോഷിച്ചു. പുളിക്കത്ര തറവാട്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ജോർജ് മുളപ്പഞ്ചേരിൽ, വേൾഡ് മലയാളി ഓർഗനൈസേഷൻ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, ഷോട്ട് ഗ്രൂപ്പ് മാനേജർ റജി M. വർഗീസ് മാലിപ്പുറം, സന്തോഷ് ഈപ്പൻ, എലിസബത്ത് ചാണ്ടി എന്നിവർ സംസാരിച്ചു. ഈ വർഷം നെഹ്റു ട്രോഫി ജലമേളയിൽ ഷോട്ട് പുളിക്കത്രയിൽ തുഴയെറിയുന്നത് കുമരകം സമുദ്ര ബോട്ട് ക്ലബ്ബാണ്. ബോട്ട് ക്ലബ് പ്രസിഡന്റ് അഭിലാഷ് രാജ് തോട്ടുപുറം, സെക്രട്ടറി ഷാമിൽ ഷാജി എന്നിവർക്ക് പങ്കായവും 1ാം തുഴയും കൈമാറി. കുട്ടിപ്പട്ടാളങ്ങൾ ചേർന്നെടുത്ത റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. മാന്നാർ കുട്ടമ്പേരൂർ കാട്ടിൽ തറയിൽ കുടുംബത്തിലെ സഹോദരങ്ങളുടെ മക്കൾ ചേർന്ന് തയ്യാറാക്കിയ റീൽസാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. എനിക്ക് ഇപ്പോ പാടണം.
കുട്ടിക്കുരുന്നുകൾക്ക് അരമണിക്കൂർ ധാരാളമായിരുന്നു ഒരു റീൽ തയ്യാറാക്കാൻ. മാന്നാറിലെ വിവിധ സ്കൂളുകളിൽ UKG മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുരുന്നുകൾ ഒരു ഞായറാഴ്ച ഒത്തുചേർന്നതോടെയാണ് വൈറലായ ആ റീൽസ് പിറവിയെടുത്തത്. ഒഴിവു സമയത്ത് ബോറടിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്തതെന്ന് കുട്ടികൾ പറയുന്നു. ഞായറാഴ്ച ദിവസം ഞങ്ങൾ അപ്പോഴൊന്ന് വീട്ടിൽ നോക്കില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ നേരം ബോറടിച്ച് ഞങ്ങൾ അപ്പ ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് ഇത്. കുട്ടിപ്പട്ടാളത്തിന്റെ പ്രകടനം കണ്ട് ഇവരുടെ അപ്പച്ചി ശ്വേത പൂർണ്ണ പിന്തുണയുമായി ഒപ്പം ചേർന്നപ്പോഴാണ് സംഭവം കളറായത്. മാന്നാർ നായർ സമാജം സ്കൂൾ വിദ്യാർത്ഥി അതുൽ, ബുധനൂർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിനി നിള, മുട്ടേൽ സിറിയൻ MD LP സ്കൂൾ വിദ്യാർത്ഥികളായ നീരദ്, അദ്രിക, കുട്ടമ്പേരൂർ കാർത്തിയാനി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ ദേവഗംഗ, ദേവധന്യ എന്നിവരടങ്ങുന്ന സംഘമാണ് റീൽസിന്റെ സൃഷ്ടാക്കൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.